അന്ന് ഏപ്രിൽ ഫൂൾ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നോ? ഏപ്രിൽ 1, ടെമ്പറേച്ചർ 2 ഡിഗ്രി, ടൈം 9:13. സൈക്കിൾ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ക്ലീൻ ചെയ്തില്ല. 4 ഡിഗ്രി കേട്ടോ. ഫീൽസ് ലൈക്ക് എത്ര നോക്കട്ടെ. ഫീൽസ് ലൈക്ക് 3. ഓ, അത്രേ ഉള്ളല്ലോ. നാളെ ഏകദേശം ഊട്ടിയിലെ തണുപ്പ്. മുഖം കവർ ചെയ്യണം, ചെവിയിൽ വെക്കണം. കൈ വീഴാനില്ല തണുപ്പില്ലാത്തതുകൊണ്ട്. ചെവിയിൽ ചെറിയ തണുപ്പടിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ഇതുള്ളതുകൊണ്ട് ഒക്കെ ചെയ്യണമല്ല അല്ലേ. ചെവി മാറിയിട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഫേക്ക്, നമ്മൾ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സർവീസസാണ്. എസ്പെഷ്യലി പ്ലാൻ ഇപ്പം കൊടുക്കുന്നത് ഒരു $40 പെർ മന്ത് കൊടുത്തിട്ടുള്ള പ്ലാനാണ് കേട്ടോ. ഇവിടെ ഒന്നും ഇൻകമിങ് മാത്രം വരണമെങ്കിൽ തന്നെ $15 എടുക്കണം. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൂഡോ എന്ന് പറഞ്ഞൊരു സർവീസാണ്. ഇവിടെ 3 കമ്പനികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് റോജേഴ്സ്, അതിൻ്റെ ഒരു സബ് കമ്പനി തന്നെയാണ് ഫൈഡോ. പിന്നെ ബെല്ല്, അതിൻ്റെ സബ് ഏതാണെന്ന് അറിയില്ല, അതിന് വേറെ സബ് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഒന്നാണ് ഈ കൂടെ ഒരു സബ് കമ്പനിയാണ്. അതിൻ്റെ പാരന്റ് കമ്പനിയുടെ പേര് എന്തായിരുന്നു, വിട്ടുപോയി, മറന്നുപോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോള് വരും. വേറെ പിന്നെയും ഉണ്ട് ഇതൊക്കെ, പക്ഷെ അത് വലിയ ഫേമസോ അല്ലെങ്കിൽ അങ്ങനെ നല്ല പ്ലാനോ തരുന്നതല്ല. ചിലപ്പോൾ നെറ്റ്വർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഇവരിങ്ങനെ, ഞാൻ ആദ്യം ഫൈഡോയിലായിരുന്നു, പിന്നെ അതിന് ശേഷം എന്നോട് പറഞ്ഞ് കൂഡോൻ്റെ ടീം പറഞ്ഞു നമ്മളെ ഈ റിബ് ഫെസ്റ്റ് ഉണ്ട് സെപ്റ്റംബറിലല്ല ഓഗസ്റ്റിലായിട്ട് നടക്കുന്നത്, സമ്മറിൽ. അപ്പോൾ അതിന് പോയപ്പോൾ സ്റ്റാൾ ഉണ്ടല്ലോ. അപ്പോൾ കൂഡോൻ്റെ ആ ടീം പറഞ്ഞു ഓഫറുണ്ട്, അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ കോൾ. ഞാൻ ചോദിച്ചു അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ കോളാണോ? അതെ. പിന്നെ ഇന്ത്യയിലേക്കൊക്കെ പ്ലാന് $45. ആ സമയത്ത് ഞാൻ ഫൈഡോ കൊടുത്ത് 45. അപ്പോൾ എന്തുകൊണ്ടും
നല്ലതല്ലേ? ഫൈഡോൻ്റെ 45-ൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മുമ്പത്തെ പ്ലാന് ഇന്ത്യയിലേക്ക് ഈ 45 എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് ടാക്സ് 13% ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരു 50 ആവും. അതിൻ്റെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഇന്ത്യയിലേക്ക് 1500 മിനിറ്റ് ഫ്രീ, പിന്നെ ബംഗ്ലാദേശ് അങ്ങനെയുള്ള, ഖത്തറിലേക്കൊന്നുമില്ല, GCC ഒന്നുമില്ല, പിന്നെ അൺലിമിറ്റഡ് ടെക്സ്റ്റ് മെസ്സേജ്, GB, അതായത് ഇൻ്റർനെറ്റ് 20 GB, അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാന്. ഇവിടെ അൺലിമിറ്റഡ് കോള്. അപ്പോൾ ഇയാൾ പറഞ്ഞത്, കൂടോൻ്റെ ആൾ പറഞ്ഞത് അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ കോളെന്ന്. അപ്പോൾ ഒരു എക്സൈറ്റിംഗ് ആണ്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. GB 20-30 GB ഉണ്ട്. അങ്ങനെ ഞാൻ അതിലേക്ക് മാറിയേ. അപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ വോയിസ് ഈ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു നടക്കണത് മനുഷ്യന്മാരെന്താ റൂൾസ് ഭയങ്കര അടിപൊളിയാണെന്നല്ലേ. അങ്ങനെ അവൻ്റെ ഒരു നമ്പറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വോയിസ് എഗ്രിമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ അതിലൂടെയും ചോദിച്ചു അൺലിമിറ്റഡ് അല്ലെങ്കിൽ ചോദിച്ചു. ഇൻ്റർനാഷണൽ ആണെന്ന് പറഞ്ഞു. അതായത് എൻ്റെ എഗ്രിമെൻറ്റ് വോയിസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ പിറ്റേന്ന് പോയിട്ട് ഈ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം, ബില്ലിംഗ് ഒക്കെ വരാൻ. അപ്പോൾ അതിൽ ആകെ ഡേറ്റയും കോളും മാത്രമേ ഉള്ളൂ. ഈ അൺലിമിറ്റഡും ഇൻ്റർനാഷണൽ കോളും കാണുന്നില്ല, അൺലിമിറ്റഡും കാണുന്നില്ല. അങ്ങനെ ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ച്. ആദ്യം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അങ്ങനെ നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല, ഇതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വോയിസ് എഗ്രിമെൻറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് അത് നിങ്ങൾ കേട്ടിട്ട് ആദ്യം തീരുമാനിക്കാൻ വേണ്ടി പറഞ്ഞു. ഇല്ല അത് നടക്കില്ല, അങ്ങനെയല്ല പറഞ്ഞിട്ട് ആ പെണ്ണ് വെച്ച്. പിന്നെ അത് വിട്ടെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ അടുത്തുനിന്ന് വെറുതെ അനാവശ്യമായിട്ട് പറ്റിച്ച് പൈസ എടുക്കണമല്ലേ. പിറ്റേന്നും അതേപോലെ വിളിച്ച് അതിന് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം അൺലിമിറ്റഡ് ഒന്നും തന്നില്ല. ഇന്ത്യൻ കോളിംഗ് 1000 മിനിറ്റ്, GB കുറച്ച് 45 GB ഏറ്റോ ഇൻക്രീസ് ചെയ്ത് തന്ന് $39 ആക്കി. ഇവരൊരു പറ്റിച്ചിട്ടുള്ള ആൾക്കാരുടെ നിന്ന് പൈസ എടുക്കുന്ന രീതിയാണ്. അങ്ങനെ സെപ്റ്റംബർ മുതൽ കൂടുന്ന സർവീസാണ് യൂസ് ചെയ്യുന്നത്. ആ സമയം ഈ 2 ആഴ്ച മുമ്പ് റോജേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, അവരെ എതിർ കമ്പനി വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഉള്ള പ്ലാൻ എത്ര വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ 39 ആണ്. 39 പ്ലസ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു $45 വരും. അപ്പോൾ ഒരു പറഞ്ഞ് ആ സെയിം പ്ലാനിൽ തന്നെ എന്ത് ചെയ്ത് തരാം, പിന്നെ ഇത് ചേഞ്ച് ചെയ്ത് തരാം. അപ്പം കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം റോജേഴ്സ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെടുക്കാൻ തീരുമാനിച്ച്. അവർ പറഞ്ഞ 40 ആണ് പ്ലാൻ ചാർജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്തിനും 40 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമെ ടാക്സ് 13% വരും. അത് ഫുഡാണെങ്കിലും എസെൻഷ്യൽ ഫുഡ് ഉണ്ടാവില്ല, എല്ലാത്തിനൊക്കെ കേട്ടോ ടാക്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെലിഫോൺ മീൻസ് മൊബൈൽ പ്ലാനൊക്കെ ഉള്ളത്. എന്താ അല്ലേ, US ഇത്രയില്ല. ഈവൻ വീടിനൊക്കെ ഇവിടെ ആണല്ലോ ഏറ്റവും വില കൂടുതൽ US ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. US പിന്നെ പകുതി പൈസ ഒക്കെ മതിയല്ലോ അവിടെ വീടെടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇവിടെ അങ്ങനെ ഓക്കെ, നിങ്ങൾ പോർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ ഒരു സിം അയച്ചു തരാം ചെയ്യൽ. അപ്പോൾ സിം കിട്ടാൻ കുറച്ചപ്പോൾ എഗ്രിമെൻ്റൊക്കെ ഓക്കെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് മെയിലൊക്കെ അയച്ചിട്ട് അപ്പോൾ സിം കിട്ടാൻ ഡിലേ ആയേ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു സിം കിട്ടില്ല. അപ്പോൾ ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഔട്ട്ലെറ്റ് പോയിട്ട് അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എഗ്രിമെൻ്റ് മെയിൽ നോക്കിയപ്പോൾ $45
അതായത് 40 പറഞ്ഞ സ്ഥലത്ത് $45 പ്ലാൻ സെറ്റ് ചെയ്തതാണ്. അപ്പം കണ്ട ചതിയാണ്. നമ്മളെല്ലാം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള കബളിപ്പിക്കലും പെടും. അതിൽ ഞാൻ കോണ്ടാക്ട് ചെയ്ത് സംശയം ഒന്നും നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു മറുപടിയും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ക്രെഡിറ്റ് കാർഡൊക്കെ വാരിയാണ് കൊടുക്കല് അവിടെ. ഓരോ ഔട്ട്ലെറ്റിനും ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അവിടെ എല്ലാം പ്രൈസ് കൂടുതലാണ്. ഇത് എത്ര ദിവസമായി ഇങ്ങനെ കിടക്കണം. അത് ഗാർബേജിലെടുത്തിടണം. നാളെ വന്നിട്ട് കുറേ ദിവസമായി ഇങ്ങനെ കിടക്കണം. പക്ഷെ ഏത് ഗാർബേജിലിടും? കാരണം വെള്ളത്തിൽ അത് ഹൗസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആരെങ്കിലും വരേണ്ടി വരും ക്ലീൻ ചെയ്യാൻ. പക്ഷേ ഇതൊക്കെ മറിഞ്ഞോണല്ലോ. ടൈം എത്രയായി? 9:25. 9:49 എത്തേണ്ടതാണ്. ചിലപ്പോൾ അക്കൗണ്ട്സ് റൂമിൽ TV വെച്ചിട്ടുണ്ടാവും. CCTV കോറിഡോറിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാൻ കഴിയുള്ളൂ. ഇപ്പം കാണാൻ രസമില്ലല്ലോ. നമ്മളെ CID മ്യൂസിയം പറയുന്ന പോലെ കാണാൻ രസമില്ലല്ലോ. രസമാക്കി തരാം. അതൊരു ഏപ്രിൽ മെയ് ജൂണിലൊക്കെ ഭംഗി ഉണ്ടാവും വിചാരിക്കുന്നത്. ഇലകളൊക്കെ വീണ്ടും തളിർത്ത് ഇപ്പോൾ വരുന്നുണ്ടോ? ഇന്നിപ്പോൾ ഏപ്രിലായില്ലേ. മെയ് ജൂൺ എന്തായാലും ഓഗസ്റ്റിന് മുമ്പായിട്ട് എല്ലാം പച്ചപ്പാവും. പിന്നെ രസം ഉണ്ടാവും കാണാൻ. ഇതാണ് ടൊറൻറ്റോ നഗരം. ഈ ഏരിയക്ക് പറയുന്ന സ്കാർബ്രോ എന്നാണ്. അതായത് നമ്മൾ കേരളത്തിലെ കോഴിക്കോട് എന്ന് പറയുന്ന പോലെ കേരളത്തിലാണ്. അതെ, ഇന്ത്യ എന്ന് പറയുമ്പോൾ കാനഡ, ഒണ്ടാരിയോ എന്ന് പറയുമ്പോൾ ഒണ്ടാരിയോ പ്രൊവിൻസാണ്, അത് കേരള. ഓക്കെ. പിന്നെ ഡിസ്ട്രിക്റ്റിന് ഇപ്പോൾ ഇവിടെ എന്താ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് പീൽ റീജിയൻ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. ഡെറാം, അതായത് ടൊറൻറ്റോയുടെ ഉള്ളിൽ ഡെറാം, പീലൊക്കെ ഉണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പീലിൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് വരുന്നത് അറിയില്ല. എന്തായാലും ഇത് സ്കാർബ്രോ ഏരിയ ആണ്. പിന്നെ വേറെ ഏരിയ ഉണ്ടാവും. അതാണ് നമ്മുടെ ആടുജീവിതം 50 കോടിയിലെത്തിയില്ലേ. നോമ്പല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻക്രീസ് ആവേണ്ട വരുന്നത്. കാരണം നോമ്പുള്ള ആൾക്കാർ നോമ്പ് കഴിഞ്ഞാൽ എന്തായാലും പോവുമല്ലോ. കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ, നോമ്പിന് കുറവായിരിക്കും. എന്തുകൊണ്ടോ അവർ റിലീസ് ചെയ്തത് എപ്പോഴാണ്? 28. അന്ന് പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാവും അങ്ങനെ റിലീസ് ചെയ്തെന്നുണ്ട്. എങ്കിലും ബർത്ത്ഡേ ഒക്കെ വാങ്ങിയിട്ടാണ് റിലീസ് ചെയ്യൽ.
കളക്ഷനല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. അപ്പോൾ ഇന്ന് 21, 22 നോമ്പാണ്. 21 നോമ്പ് നമ്മളൊരു കുറച്ച് കൂടെ കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്റർ ആയിരുന്നു. വെള്ളിയാഴ്ച ഒരു ഫാമിലി ഡേ എന്ന് പറഞ്ഞിട്ട് ഓഫ് ഉണ്ടായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി ഡേ, അതായത് പെയ്ഡ് ലീവ്. ഇവിടെ ഒക്ടോബർ മുതൽ ബേസിക് പേ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പോകാമെന്നാണ് കേട്ടത്. അതായത് 16.17 ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ സാധനത്തിൻ്റെ വിലയും കൂടൂലേ? കാരണം ഈ മാളിലൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ബേസിക് മിനിമം കൊടുക്കണ്ടേ പെർ അവർ. അപ്പോൾ അവർക്ക് സാധനത്തിൻ്റെ വില കൂട്ടിയാലെല്ലാം നടക്കുള്ളൂ. അവർക്ക് മാർജിൻ കുറയില്ലേ? നമ്മൾ കേൾക്കുന്ന കാനഡ അല്ല, വെള്ള കാനഡ. പിന്നെന്തെങ്ങനെ ഈ ആസ്വദിച്ച് പോവുക ഇങ്ങനെ ഓരോന്ന്. പല ആൾക്കാരും പറയും ഈ കോവിഡിന് മുമ്പുള്ള കാനഡയും കോവിഡിന് ശേഷമുള്ള കാനഡയും. കോവിഡിന് മുമ്പൊക്കെ ആൾക്കാർ കുറവെന്ന് പറഞ്ഞാൽ എന്തായാലും കൂടിയൊരുന്ന്. ഈ കോവിഡാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ തള്ളിക്കയറ്റത്തിനും കാരണമായത്. ആൾക്കാരൊന്ന് മാറി ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക. നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്, 35 ഡിഗ്രി സെൽഷ്യസ് എല്ലാം. കാണ്ട് ഈവൻ ഇമാജിൻ. 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗൾഫിലെ ചൂടല്ലേ. വെട്ടട്ടെ, മരങ്ങളൊക്കെ വെട്ടട്ടെ, ഇടിക്കട്ടെ, അവസാനം ചൂട് എന്ന് പറയട്ടെ. മന്ത്രിമാരൊക്കെ പല സ്ഥലങ്ങളിലും പോവല്ലോ, എന്ത് പഠിക്കാൻ വിദേശ രാജ്യങ്ങളിൽ. കാട്ടവടൊക്കെ പ്രകൃതി ഭംഗി. നാട്ടിൽ റോഡിന് വേണ്ടിയിട്ട് വലിയ വലുത്ത എത്ര തണൽ മരങ്ങളാണ് മുറിച്ചത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സ്ഥലം കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരാഗ്രഹമാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇവിടവും ടാക്സ് എല്ലാം കൂടെ ആർക്കറിയാം എന്താവുമെന്ന്. നാച്ചുറൽ ബ്രേക്കിംഗ് സിസ്റ്റം. ഇവിടെ ആരോ മെമ്മറിക്ക് വേണ്ടി പണിയിട്ടതാണ്, പണിത് കഴിച്ചതാണ് ഇത്. ഇവിടെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു, ആരും അടിച്ചു മാറ്റിയതുകൊണ്ട്. ആൾക്കാർ ഓർമ്മക്ക് വെക്കണവരെ അടിച്ചു മാറ്റിയ തലേ. ചായപ്പാനക്കൊപ്പം ഇവിടൊക്കെ എന്താ കൾട്ടിവേഷൻ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആകാശം, ക്ലിയർ ആകാശം. ഇത് മേഘങ്ങളല്ലേ, എന്തൊരു ഭംഗിയല്ല ആകാശം കാണാൻ.
ഇങ്ങനെ ക്രോസ് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നേരെ മാക്സിനെ കുറിച്ചൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ തിലകൻ പറഞ്ഞ, ലോകത്തിൻ്റെ സ്തംഭനമാണ്. ഈ ഭൂലോകത്തിൻ്റെ സ്തംഭനമാണ് മാക്സ്. വളരെ കഷ്ടമാണ്. ഈ ഭൂമിയൊക്കെ എത്ര കാലമായിട്ട് ഇങ്ങനെ ഒരേ സ്പീഡിൽ ഒരേ രീതിയിൽ കറങ്ങുകയാണെന്ന് ആലോചിച്ചു. ഇടയ്ക്ക് ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ പൊസിഷനിൽ ഭൂചലനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അടിയിലല്ല ഉണ്ടാവുക, ഓരോ ഏരിയയിൽ. ആലോചിക്കുക, ഒരു എർത്തിൻ്റെ ഒക്കെ ക്രിയേഷൻ, ദൈവത്തിൻ്റെ ക്രിയേഷൻ. അത്ഭുതമാവില്ല ഒക്കെ. എന്നിട്ടും ഏത്തിയസ്റ്റ് ദൈവമില്ല എന്ന് ക്ലെയിം ചെയ്ത് നടക്കുക. എന്താ ചെയ്യുക? ഞാൻ കുറച്ച് കാലമായിട്ട് വാർത്തയൊന്നും കേൾക്കുന്നില്ല. എന്താണെന്നറിയില്ല. അയ്യോ ചേട്ടാ, എങ്ങനെ പോവാ? ഇവിടെ ഇന്നലെ ഒരിത് കണ്ടതായിരുന്നു. അതിവിടെ CPP ഉണ്ട്, കനേഡിയൻ പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് ഒരാൾ കുറേ കാലം വർക്ക് ചെയ്ത് അപ്പോഴൊക്കെ നമ്മൾ സാലറിയിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യും, പെൻഷൻ പ്ലാനിലേക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെന്താ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ അധ്വാനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് അവിടെ അവരെ ഗവൺമെൻറ്റിലേക്കായിട്ട് ആവില്ല. ആ അടച്ച പൈസ ഒക്കെ ഫാമിലിയിലോ അല്ലെങ്കിൽ കുടുംബത്തിനൊന്നും കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ അവർ പെൻഷനാകുമ്പോൾ എന്താവും, ഇങ്ങനെ കൊടുത്തു തുടങ്ങണം. അതും ഫുള്ളായിട്ട് കൊടുക്കില്ല കേട്ടോ, ഇത്ര എമൗണ്ട് വെച്ചിട്ട് 750 അങ്ങനൊക്കെ വെച്ചിട്ടാണ് തോണ്ട് മന്ത്ലി കിട്ടല്. അത് കറക്റ്റ് അറിയില്ല. എന്തായാലും ഓരോ സേവ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും മിക്കവാറും. അപ്പുറത്തുനിന്ന് കയറണം. ഇവിടെ ഓണായില്ല, പണ്ടാറോ അവിടെ ഓണായി, ഇവിടെ ഓണായില്ല. എന്ത് കഥയാണ്! വാട്ട് എ സ്റ്റോറി! നമ്മളെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡല്ലേ പണ്ടാരെന്നുള്ള. നമുക്ക് വലിയതായിട്ടൊന്നും തോന്നൂല. എന്താണെന്നറിയാം, പണ്ടാരെന്ന് പറഞ്ഞാൽ പണ്ടെന്തോ പൊട്ടിയോ അങ്ങനെ അതെന്തോ ഉണ്ടായ സമയത്ത്, അങ്ങനെ എന്തോ ഒരു മാറാരോഗം ഉണ്ടായ സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരെ താമസിക്കുക, അതായത് ഇന്നത്തെ ക്വാറന്റൈൻ പോലെ ചെയ്ത
ഒരു സംഗതിയാണ്. എൻ്റെ പേരാണ് പണ്ടാരം എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടാ തിരിക്കണം. നേരാണെങ്കിൽ കുഴപ്പമില്ല. പിങ്ക് മാസ്ക് ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ലേ? ഇവിടുത്തെ വില പറഞ്ഞൊരു കാർ $24,000 വില. പ്ലസ് എന്ത് കൂട്ടണം നിങ്ങൾ? ടാക്സ് 13% കൂടുക. അങ്ങനെ ഈവനിങ് ടൈം 6:30 ആളൊന്ന് പള്ളിയിൽ നിന്ന് നോമ്പുറക്കാൻ ഉദ്ദേശിക്കുന്നത്. അൻസാറിന് വിളിച്ചാക്കട്ടെ. അൻസാർ അസ്സലാമു അലൈക്കും. ഇന്നെവിടാ? എന്തേ? തന്നെ അവിടെ വെറുതെ പോവാ? അങ്ങനെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, എന്നാ ശരി. വെറുതെ വിളിച്ചതാ, എവിടാന്ന് അറിയാൻ വേണ്ടി. ഞാനിന്ന് വിക്ടോറിയയിൽ പോകാമെന്ന് വിചാരിച്ചു. വിക്ടോറിയ പള്ളിയിലെ. അപ്പോൾ നീ അവിടെ എവിടെയെങ്കിലും ഉണ്ട്? ഇൻഷാ അല്ലാ പെരുന്നാൾ പൊളിക്കണം ഇൻഷാ അല്ലാ. ഓക്കെടാ, ശരി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാ എത്തിയല്ലേ? ഓക്കെടാ ശരി. അസ്സലാമു അലൈക്കും. ഡിഗ്രി 6:30 8°C 6:30 ഈവനിങ്. പിന്നെ ഏപ്രിൽ 1 ഏപ്രിൽ ഫുൾ. നമുക്കൊന്ന് യൂട്യൂബ് ടൈറ്റിൽ ഉണ്ടാവും, വാട്ട് ഹാപ്പൻഡ് ഇൻ ഏപ്രിൽ ഫുൾ. എന്ത് സംഭവിച്ചു ഏപ്രിൽ ഫുൾ അന്ന്? അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്നുമില്ല. വാട്ട് ഹാപ്പൻഡ് ഇൻ ഏപ്രിൽ ഫുൾ. നല്ല ടൈറ്റിലാണ്. ക്രോസ് ചെയ്ത് നമ്മൾ ഇവിടെ എങ്ങനെയാ പിന്നെ ഇത് നോക്കലെന്നറിയാം. അഡ്രസ്സ് ഈ ജംഗ്ഷനാണ്, ഇൻ്റർസെക്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളാ കാണുന്ന സംഗതി അത് ഏത് ഇൻ്റർസെക്ഷനാണെന്ന് നോക്കാം. ഒന്ന് നമുക്ക് കിട്ടി നേരെ കാണുന്നത്. പിന്നെ അവിടുന്ന് ക്രോസ് ഇങ്ങോട്ടേക്കുള്ള റോഡ് ഉണ്ടാവും.
ഇതിലിപ്പോൾ നോക്കേണ്ട എന്താ അറിയാം, നമ്മൾ നേരെ കാണുന്നത് ആ ഓപ്പോസിറ്റ് റോഡിൻ്റെ പേരാണ്. അതായത് ആ കാറ് പോകുന്ന റോഡുണ്ടല്ലോ, അതിന് പറയുന്നത് എന്താ, ജോണീസ് വില്ലേ. അതാണ്. എന്താ രണ്ട് പേരുള്ള, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. ക്രൈറ്റൺ. ക്രൈറ്റൺ ജോണി വില്ലേ. ശരി വരരുതല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കണ്ടല്ലേ, ഇതൊക്കെ എന്താ ഇങ്ങനെ വന്നത്? എന്തായാലും വിക്ടോറിയ പാർക്ക് ആ ക്രൈറ്റൺ അടിച്ചു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിലെത്തുക. അവിടെ മാപ്പ് കൊണ്ടുപോയി ഇടുക. ഇത് സ്പീഡ് ക്യാമാണ്. അപ്പം തന്നെ ഇരിക്കുകയായിരുന്നല്ലോ. ഇവിടെ കറക്റ്റ് കാണാം, കണ്ടോ, വിക്ടോറിയ പാർക്ക് എല്ലവസ്റ്റൺ കണ്ടില്ലേ. വിക്ടോറിയ പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ നേരെ വണ്ടികൾ പോകണാണ് വിക്ടോറിയ പാർക്ക്. എൽവസ്റ്റൺ എന്ന് പറയുന്ന ഈ റോഡ്. മറ്റേത് എന്താണെന്നറിയാം,
അപ്പുറത്തേക്ക് റോഡ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നു അങ്ങനെ കാണിച്ചത്. കണ്ടത് 10 Leveston deer fully renovated, no vehicles, fully renovated. കഞ്ചാവിൻ്റെ ഷോപ്പാണ്, എല്ലാ ഇതിലുണ്ട് കഞ്ചാവിൻ്റെ ഷോപ്പ്. ആ സ്പോട്ട് എന്നുള്ള പേരിലാണ്. സൂപ്പർ വാഷ്, ടാക്സി ഫയൽ, ഇൻസ്റ്റൻറ്റ് ക്യാഷ്. ടാക്സ് ഫയൽ ചെയ്താണ്, പൈസ എന്തെങ്കിലും റിട്ടേൺ കിട്ടുമായിരിക്കും, നോക്കണം. റെയിൻബോ ഡ്രൈവിംഗ് സ്കൂൾ. ലൈസൻസൊക്കെ കിട്ടിയിട്ട് അവിടെ വന്നിട്ട് ഒരു 3 മാസം കൊണ്ട് ഫസ്റ്റ് ശ്രമത്തിൽ തന്നെ കിട്ടി. ലോക്ക് September 7 മുതൽ 4 സൺഡേ, സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫർ. സേഫ്റ്റി ഷൂ, കൺസ്ട്രക്ഷൻ വർക്കർ ആയിരിക്കും, നടക്കാൻ വരിക. ഗോപ്രോക്ക് 12 ഇറങ്ങിയ യൂട്യൂബ്.
ചോദിക്കണം എന്താ പറയുക, നജീബ് വേഴ്സസ് പൃഥ്വിരാജ്. അടിപൊളി ക്വസ്റ്റ്യൻ പൃഥ്വിരാജ് ചോദിക്കണേ. ഓ
ചെറിയൊരു പള്ളിയാണ്. ഇവിടെ പള്ളി എന്ന് പറഞ്ഞാൽ ഈ നേരെ കാണുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല പള്ളി. അതാ 1865 ആൾക്കാർ കയറുന്നത്. യെസ്, അതന്നെ പള്ളി. കണ്ടില്ലേ, ചെറിയ പള്ളിയാണ്. നമുക്ക് ക്ലോസ് ചെയ്യാം. തുറന്നിട്ടുകൊണ്ടാണ് കാണാത്ത അവിടെ ആ വാതിൽ ഇതാക്കിയിട്ടാണ്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ബോക്സിൽ ബിരിയാണി ഫസ്റ്റ് ഇതുണ്ടാവും. എന്ത് നോമ്പ് പറഞ്ഞിട്ട് ഫസ്റ്റ് കാരയ്ക്കും നോമ്പും. കാരയ്ക്കും ഓക്കെ. ഫസ്റ്റ് കാരയ്ക്കും അതുപോലെ തന്നെ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കും. എന്നിട്ട് അതിന് ശേഷം നിസ്കാരം ഉണ്ടാവും. പിന്നെ ഒരു ബോക്സ് ബിരിയാണി. അങ്ങനെ. പക്ഷെ തിരക്കുള്ള പള്ളിയിൽ എന്താവെന്ന് പറഞ്ഞാൽ അവർ ആവശ്യത്തിനെല്ലാം കിട്ടും കേട്ടോ. അവർ അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. അവർ അറബി എന്ന് പറഞ്ഞാൽ റിയൽ അറബി അല്ല, ഈ സിറിയ അങ്ങനെയുള്ള അറബിയുടെ പിന്നെ ഇതാണ് സ്ഥാപനമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പെട്ടെന്ന് നാട്ടിൽ പോകണ്ടെന്ന് തിരിച്ചു വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും ഉള്ള ജോലി കിട്ടി. അവിടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ. അത് ആ ഫാർമസി എന്ന് എഴുതിയില്ലേ, ഫ്രീ ഡെലിവറി ഫാർമസി, അതിൻ്റെ തൊട്ട് താഴെയാണ് പള്ളി. ചെറിയ പള്ളിയാണ്, വലിയ പള്ളിയല്ല. ഇത് 2000 ആൾക്കാർക്ക് നിൽക്കാനുള്ള പള്ളി ആണ്. നമ്മുടെ അവിടെ വീടിൻ്റെ അടുത്തുള്ള പറഞ്ഞാൽ 1.5 കിലോമീറ്റർ പോകാനുണ്ട്.
ലിമിറ്റഡ് ആണ് എന്ത് പള്ളികൾ. അങ്ങനെ ഒരു 2 കിലോമീറ്റർ ഒക്കെ അകലായിട്ട് ടൊറൻറ്റോയിൽ ഉണ്ടാവണം. ഒരു 5 കിലോമീറ്റർ. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയില്ലേ. നാട്ടിലെ പള്ളികളോ ഒരു അങ്ങാടിയിൽ 5 പള്ളികൾ അല്ലേ. വൺ വില്ലേജ് എന്ന് പറയാൻ പറ്റുമോ? വേഗം പോകാൻ സ്പീഡിൽ വരുന്നു. രാജാതിരാജ RBC. ഇനി അടുത്ത സാലറി വരുന്ന ഡേറ്റ് 4-ാം തീയതി. RBC എന്ന് പറഞ്ഞാൽ എന്താ റോയൽ ബാങ്ക് ഓഫ് കാനഡ ആണ്. പക്ഷെ ഏറ്റവും അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു ബാങ്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ ബാങ്കും എന്താ അവരുടെ പേരിലുള്ള ബാങ്ക് അത്ര ഫെസിലിറ്റി ഒന്നും കണ്ടിട്ടില്ല. എക്സാമ്പിളായിട്ട് QNB ഖത്തർ നാഷണൽ ബാങ്ക്, അത് ഖത്തർ നാഷണൽ ബാങ്ക്. അതേപോലെ റോയൽ ബാങ്ക് ഓഫ് കാനഡ. അക്കൗണ്ട് എല്ലാത്തിലും പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുക. കാറ്റടിക്കണ്ടേ? ഒരു മിനിറ്റ്. ഓക്കെ, എപ്പോഴോ ഉണ്ടോ? കാറ്റ് തീരല്ലല്ലോ അവിടെ, പിന്നെ എങ്ങനെ കാറ്റടിക്കണ്ടേ? ഇപ്പം ഉണ്ടോ? ഞാൻ ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അല്ലേ ഓഫീസിൽ തന്നെ ഇറങ്ങിയില്ല. എന്താ ഇപ്പോൾ ഓവർ ടൈം ഒക്കെ ഉണ്ടല്ലേ? നല്ല സുഖാണല്ലോ. എനിക്കല്ലേ ഓവർ ടൈം വേണ്ടെന്ന് പറഞ്ഞത്? അപ്പം മെല്ലെ ചെയ്താൽ മതി പണികളൊക്കെ. സാധനം എത്തിയിട്ടില്ല. മഞ്ഞൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോഴും പണി കുറവല്ലേ? എന്തായാലും ഇനി 1 മാസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ തിരിച്ചയച്ചോ? കണ്ടോ? മെസ്സേജ് അയച്ചോ? എന്നാ ഇപ്പൊ നോക്കിക്കോ, ഡിലേ ആവണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓ ഇല്ല, ഞാൻ കേൾക്കൂല്ലേ, ഇതാക്കിക്കോ. ഇല്ല, അവൻ
അങ്ങനെയാണ് സെക്യൂർ ഫോണിൻ്റെ ഫീച്ചർ. ആ ചർച്ച് നോക്കിയ ലെഫ്റ്റ് സൈഡ് ഞാനൊരു ലൈറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല, ഫിറ്റ് ചെയ്യണം. ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. പൊല്യൂഷൻ സെന്റർ buy, sell, invest, all invest. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം വാങ്ങി, കാരയ്ക്കും വാങ്ങി, പിന്നെ നമ്മളെ മിൽക്ക് ഇതില്ലേ ക്രീം അത് വാങ്ങി കറിയിൽ ഒഴിക്കാനുള്ള. അവിടെ വീട്ടിൽ ഇന്നലെ തന്ന സൂപ്പുണ്ട്, ലാൻഡ് ലോഡ്. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു എന്താ മണക്കുണ്ടല്ലോ, ഒരു വെജിറ്റബിളിൽ എന്നിട്ട് പിന്നെ ഷ്രിമ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. വടക്കൊക്കെ ശാലോ ഫ്രഷ്കോന്ന എന്താല്ലേ ഇന്ത്യക്കാരെ കൊണ്ട് ഒരു എന്താ പറയുക, ഓരോ സമയത്ത് ഒരു ബ്രാൻഡ് ഇത് ചെയ്യില്ലേ, എന്താ പറയുക, എന്താണ് പറയണ്ടേ, ഒരു ടാഗ് ലൈനയിൽ ചലോ ഫ്രഷ്കോ. അവർക്കിപ്പോൾ വേറെ ആരും വേണ്ട, ഇന്ത്യക്കാരെ മാത്രം മതി. പള്ളി അതാ മുന്നിൽ കാണുന്നു, വലിയ പള്ളി. ഇവിടെ 2000 ആൾക്കാരൊക്കെ ഉള്ളത്. വീട്ടിൽ പോയിട്ട് പള്ളിയിലേക്ക് വരണം പെട്ടെന്ന്, ബാഗൊക്കെ വെച്ചിട്ട്. അയ്യോ അപ്പോൾ സൂപ്പിൽ ഷ്രിമ്പ് ഇട്ടാണ്. അപ്പോൾ ഒരു മീനിൻ്റെ ഒരു മണം, പക്ഷേ ഹെൽത്തിയാണെന്നാണ് പറഞ്ഞത്. മീനും എന്താ പറയുക വെജിറ്റബിളൊക്കെ ആയിട്ടാണ്.
മൊബൈലിൽ നോക്കിയിട്ട് പോകുന്ന ഒരു ജനത എന്താ അല്ലേ? ചെവി അണക്കണം. ചെറിയൊരു തണുപ്പുണ്ട്. മാക്സിമം ഈ തണുപ്പ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. മൂക്കിലും വായിലൊക്കെ പഞ്ഞി വെച്ചിട്ട്. Oh my God, മാർക്കോസ്. കുറെ കാലമായി നാളെ ഈ നിലക്കടല കഴിച്ചിട്ട്. സെൻട്രൽ രാജാധിരാജ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ വാങ്ങിയതിന് എത്രയായെന്നറിയാം? $10. ഒരു കിലോ കാരയ്ക്കും കുഴപ്പമില്ലേ? ഒരു കിലോ കാരക്കൊക്കെ എത്ര വരിക? 200 രൂപ നാട്ടിൽ. പിന്നെ ഇത് ഒരു 300 വരേണ്ടതാണ് ഇവിടെ. ഡബിൾ പൈസ. എന്താ ചെയ്യുക? അവിടെ ഒരു പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നേ. ഇവിടെ മസാല ദോശക്ക് എത്ര $8. അതിലൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഈ അവസാനത്തിൽ എടുത്തിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഒരു തിക്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്തെന്നാണ്. അതിനുശേഷം പിന്നെ അവിടെ പോയിട്ടില്ല. $8 കൊടുത്തിട്ടേ മസാല ദോശ ഒരു സ്റ്റാൻഡേർഡില്ലാതെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. പിന്നെ അവിടെ വിസിറ്റ് ചെയ്തില്ല. ആൾക്കാരെ സേഫ്റ്റി കൺസേൺസ് ഉണ്ടല്ലേ? പോക്കറ്റിൽ മിന്നണത് ഇട്ടിട്ട് നമ്മളൊന്നും ഓണാക്കിയിട്ടില്ല. ഓണാക്കണം. രാജാ ഓരോ വീട്ടിലും ഓരോ നായ. ഇവിടെ നായ്ക്കൾ ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ? കാരണം ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ടാണ് അവർ ഇങ്ങനെ നായ്ക്കൾ വളർത്തുന്നത്. കാരണം ഓപ്പൺ ആകുമ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതിൻ്റെ പിന്നിലുണ്ടാവുമോ? നാട്ടിലും എല്ലാം കണക്ക് തന്നെയല്ലേ. നാട്ടിലിങ്ങനെ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അക്രമികൾ വന്നിട്ട് എന്തെങ്കിലും കാണിച്ച നാട്ടിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പാഞ്ഞു വരുമായിരിക്കും പോലീസ് കിട്ടിയെങ്കിൽ. ഇവിടെ നിങ്ങൾ സേഫാണോ ചോദിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കരുതി ചിലപ്പോൾ വരിക. അങ്ങനെ കേട്ടണം കേട്ടോ. സത്യാവസ്ഥ അനുഭവിക്കുമ്പോഴല്ല അറിയാം. ഞാൻ മുമ്പ് 2015 നമ്മൾ എല്ലാ ഗൾഫിലൊക്കെ പോലീസുകാർ വലിയ കെമ്മാരെന്നല്ല നമ്മൾ കേട്ടത്. കുറ്റം പറയല്ല കേട്ടോ ഇതൊന്നും. കാരണം നമ്മൾ സാഹചര്യമാണ് അവരെത്രത്തോളം എഫിഷ്യൻ്റാന്നുള്ളതൊക്കെ. അല്ലാതെ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് നോക്കും. അങ്ങനെ ഒരു പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു കുട്ടിയെ പറഞ്ഞ സാലറി കൊടുക്കാത്തപ്പോൾ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ കുറ്റിയിട്ട്, അതായത് ഓഫീസ്
വർക്ക് ചെയ്യേണ്ടതാണ്. വീട്ടിൽ കുറ്റിട്ട് ഒരു ഫിലിപ്പീനോ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ റിസപ്ഷൻ ഉണ്ട്, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ